കഥ ആരംഭിക്കുന്നത് ഹോങ്കോങ്ങിൽ നിന്നുമാണ്. ഒരു വ്യക്തിക്ക് ക്ലബിൽ വെച്ചൊരു ഫോൺ കോൾ വന്നു. അയാൾ ഉടൻ തന്നെ തുറമുഖത്തേക്ക് കുതിച്ചു. അവിടെ അയാളുടെ കണ്ടെയ്നർ എത്തിച്ചേർന്നിട്ടുണ്ടായിരുന്നു. ആ കണ്ടെയ്നറിനുള്ളിലാകട്ടെ ട്രാഫിക്കിംഗ് ചെയ്യപ്പെടുന്ന ധാരാളം പെൺകുട്ടികളുണ്ട്. അതിൽ ചിലർ യാത്രയുടെ ദുരിതങ്ങൾ താങ്ങാനാവാതെ ശ്വാസം മുട്ടി മരണപ്പെട്ടിരുന്നു. ബാക്കിയുള്ള പെൺകുട്ടികളെ ബലമായി വാനിൽ കയറ്റി മറ്റൊരിടത്തേക്ക് കൊണ്ടുപോകാൻ തുടങ്ങി. ഒരു പെൺകുട്ടി അതിൽ നിന്ന് ഓടിപ്പോകാൻ ശ്രമിക്കുന്നുവെങ്കിലും വൈകാതെ തന്നെ അവൾ പിടിക്കപ്പെട്ടു. കഥ അവിടെ നിന്നും ഒരു വർഷം മുന്നിലേക്ക് പോകുന്നു. ശിവം പണ്ഡിറ്റ് എന്നു പേരുള്ള ഒരു യുവാവിനെ നമ്മൾ പരിചയപ്പെടുകയാണ്. അവന്റെ കൂട്ടുകാരനായ കബീർ അവനെ ഒരു ഹോട്ടലിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. അവിടെ മുന്ന എന്നു പേരുള്ള ഒരു ചെറുപ്പക്കാരൻ ഒരു പെൺകുട്ടിയെ കൊലപ്പെടുത്തിയ ശേഷം ശിവത്തിനോട് സഹായം ചോദിക്കുകയായിരുന്നു. എന്നാൽ അവന്റെ അഹങ്കാരവും മോശം പെരുമാറ്റവും കണ്ട് ദേഷ്യം വന്ന ശിവം അവനെയും അവന്റെ ആളുകളെയും തല്ലിച്ചതച്ചു. ഒടുവിൽ മുന്നയെ പോലീസിന് കൈമാറുകയും ചെയ്തു. അടുത്ത ദിവസം ഈ വാർത്ത നഗരത്തിലുടനീളം പടർന്നു. അതിനുശേഷം ശിവം തന്റെ മുതലാളിയായ ഭാരത് ദൗലത് മാലിക്കിനെ കണ്ടു. അയാൾ വലിയൊരു ഗ്യാങ്സ്റ്ററും വ്യവസായിയുമാണ്. നിലവിൽ മാലിക്കിന്റെ ഒരു പ്രധാനപ്പെട്ട ഹോട്ടൽ നോക്കി നടത്തുന്നതും പല പ്രധാനപ്പെട്ട കാര്യങ്ങളും കൈകാര്യം ചെയ്യുന്നതും ശിവമാണ്. തന്റെ മകനേക്കാൾ കൂടുതൽ വലിയ താല്പര്യം മാലിക്കിന് ശിവത്തിനടുക്കലുണ്ടായിരുന്നു. ശിവത്തിന്റെ സത്യസന്ധതയും പ്രാപ്തിയും കാരണമായിരുന്നു സ്വന്തം മകനേക്കാൾ കൂടുതൽ അയാൾ ശിവത്തിനെ വിശ്വസിച്ചത്. എന്നാൽ ഇക്കാര്യം മാലിക്കിന്റെ മകനായ റോണിക്ക് തീരെ ഇഷ്ടപ്പെട്ടിരുന്നുമില്ല. മുന്നേ ഉൾപ്പെട്ട കേസിൽ ഹോട്ടൽ മുറി റോണിയുടെ പേരിൽ ബുക്ക് ചെയ്തിരുന്നതിനാൽ മാലിക് അവനെ വഴക്ക് പറയുകയും തൽക്കാലം ആരും ശിവത്തിനെതിരെ പോകരുത് എന്ന് വ്യക്തമായ മുന്നറിയിപ്പ് നൽകുകയും ചെയ്തു. അങ്ങനെയിരിക്കെ ഒരു രാത്രി മദ്യപിച്ച ലഹരിയിൽ മാലിക് തന്റെ ഏറ്റവും വലിയ രഹസ്യം ശിവത്തിനോട് വെളിപ്പെടുത്തി. താനൊരു പാകിസ്ഥാനി പെൺകുട്ടിയെ ഒളിപ്പിച്ച് താമസിപ്പിച്ചിട്ടുണ്ട്. അവൾ ഇവിടെ തന്റെ മിസ്ട്രസ് ആണ്. അവൾ തനിക്ക് ഏറെ പ്രിയപ്പെട്ടവളാണ്. മാലിക് അവളെ പ്രണയിക്കാൻ തുടങ്ങിയിരുന്നു. പക്ഷേ ഇപ്പോൾ അവളുടെ പെരുമാറ്റത്തിൽ പല സംശയങ്ങളും മാലിക്കിന് തോന്നുന്നുണ്ട്. അവളുടെ ഉള്ളിൽ മറ്റാരോ ഉള്ളതുപോലെ. കുറച്ച് ദിവസത്തേക്ക് മാലിക്കിന് ലണ്ടനിൽ പോകണം. അതിനാൽ ആ പെൺകുട്ടിയെ നിരീക്ഷിക്കാൻ, കാര്യങ്ങൾ കൃത്യമായി റിപ്പോർട്ട് ചെയ്യാൻ പ്രത്യേക ചുമതല മാലിക് ശിവത്തിനെ ഏൽപ്പിച്ചു. മാലിക് ആ പെൺകുട്ടിയുടെ വിലാസവും ശിവത്തിന് കൈമാറിയിരുന്നു. അടുത്ത ദിവസം ആ പെൺകുട്ടി താമസിക്കുന്ന വീടിന് മുന്നിൽ ശിവം എത്തിച്ചേർന്നു. ദൂരെ നിന്നും അവൾ പ്രാർത്ഥിക്കുന്നത് നോക്കിക്കണ്ടു. ആ പെൺകുട്ടിയുടെ പേര് റീമയെന്നായിരുന്നു. സിനിമയുടെ തുടക്കത്തിൽ കണ്ടെയ്നറിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിച്ച അതേ പെൺകുട്ടി തന്നെയായിരുന്നു അത്. പാകിസ്ഥാനിൽ നിന്നും മനുഷ്യക്കടത്തിന്റെ ഭാഗമായി അങ്ങോട്ടേക്ക് എത്തിച്ചേർന്നവളാണ് അവൾ. മാലിക് കൊടുത്തയച്ച സമ്മാനം ശിവം അവൾക്ക് കൈമാറി. തന്റെ വിസിറ്റിംഗ് കാർഡും കൊടുത്തു. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ തന്നെ കോണ്ടാക്ട് ചെയ്താൽ മതി എന്നെടുത്തു പറയുകയും ചെയ്തു. പിന്നീട് അങ്ങോട്ടേക്ക് ശിവം നിരന്തരമായി അവളുടെ വീടിന് പുറത്ത് നിരീക്ഷണം തുടർന്നു. കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം റീമ ഒരു യുവാവിനൊപ്പം പുറത്തു പോകുന്നതും കൂട്ടുകാർക്കിടയിൽ വളരെ സന്തോഷവതിയായി കാണപ്പെടുന്നതും അവൻ ശ്രദ്ധിച്ചു. രാത്രി വീട്ടിൽ തിരിച്ചെത്തിയപ്പോ ആരോ തന്നെ പിന്തുടരുന്നുണ്ട് എന്നവൾ തിരിച്ചറിഞ്ഞെങ്കിലും അവൾ ആ സമയം ഒന്നും പറയുന്നുണ്ടായിരുന്നില്ല. ഇതിനിടയിൽ മുന്ന ശിവത്തിനെ ചൊടിപ്പിക്കാൻ ശ്രമിക്കുന്നുവെങ്കിലും ശിവം അതിനെയൊക്കെ അവഗണിച്ചു വിട്ടു. പിന്നീട് കൊലപാതക കുറ്റം മുന്നയുടെ ബോഡിഗാർഡ് സ്വന്തം തലയിൽ ഏറ്റെടുത്തുവെന്നും പ്രശ്നം ശാന്തമാക്കാൻ ശിവം രാജനോട് പോയി മാപ്പ് പറയണം എന്നും റോണി അറിയിച്ചു. രാജൻ അവിടുത്തെ ഒരു പ്രധാനപ്പെട്ട ഗുണ്ടയാണ്. മാലിക്കിന്റെ ബിസിനസ്സും മറ്റും കൈയടക്കലാണ് രാജന്റെ ലക്ഷ്യം. മുന്നയും രാജനും അടുത്ത ബന്ധമാണുള്ളത്. വൈകാതെ രാജന്റെ ഫോൺ ശിവത്തെ തേടിയെത്തി. ശിവത്തിനെ ഭീഷണിപ്പെടുത്തുന്ന രീതിയിലായിരുന്നു രാജന്റെ സംസാരം. എന്നാൽ തെല്ലും ഭയമില്ലാതെയാണ് ശിവം മറുപടി നൽകുന്നത്. പോകുന്ന വഴിയിൽ രാജനും മുന്നയും റോണി ഉപയോഗിക്കുക മാത്രമാണ് ചെയ്യുന്നതെന്നും അവരുടെ യഥാർത്ഥ ലക്ഷ്യം മാലിക്കിന്റെ ബിസിനസ് കൈക്കലാക്കലാണെന്നും ശിവം റോണിയെ മനസ്സിലാക്കിക്കാൻ ശ്രമിച്ചു. അവന്റെ വാക്കുകൾ കേട്ട് റോണി ഒന്ന് ചിന്താക്കുഴപ്പത്തിലായി. അന്ന് വൈകുന്നേരം മാലിക്കിന്റെ ഫോൺ കോൾ വന്നു. റീമയുടെ കാര്യത്തിൽ ഇതുവരെ സംശയിക്കത്തക്കതായി ഒന്നുമില്ലെന്ന് ശിവം മാലിക്കിനെ അറിയിച്ചു. കുറച്ചു ദിവസം കൂടി അവളെ നിരീക്ഷിക്കാൻ മാലിക് അവനോട് ആവശ്യപ്പെട്ടു. നീ അവളെ കണ്ട പ്രണയത്തിലൊന്നും വീണുപോയില്ലല്ലോ എന്ന് തമാശ രീതിയിലും പറഞ്ഞു. മാലിക് ഫോൺ കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോ ശിവത്തിന്റെ ഓർമ്മകൾ പഴയ കാലത്തിലേക്ക് പോയി. റീമയെ കാണുമ്പോൾ എപ്പോഴും അവനവന്റെ പഴയകാലം ഓർമ്മ വരുന്നുണ്ടായിരുന്നു. പുറമെ തികഞ്ഞ ഗൗരവത്തിൽ കാണുമെങ്കിലും ഉള്ളിലവൻ തകർന്ന ഒരു മനുഷ്യനാണ്. കഥ അവിടെ നിന്നും ഒരു ഫ്ലാഷ് ബാക്കിലേക്ക് നീങ്ങുന്നു. വർഷങ്ങൾക്ക് മുമ്പ് ശിവവും അവന്റെ കൂട്ടുകാരൻ കബീറും ആ സമയം ലോക്കൽ ഗ്യാങ്സ്റ്റേഴ്സ് ആണ്. അന്ന് ഒരു ക്രൈമിന് ശേഷം അവർ പോലീസിൽ നിന്ന് രക്ഷപ്പെട്ടോടുകയായിരുന്നു. പോലീസ് പിന്തുടരൽ വളരെ ശക്തമായതിനാൽ വഴിമധ്യ അവരുടെ കാർ ടയർ പഞ്ചറായപ്പോ മറ്റേതെങ്കിലും വഴിയിൽ രക്ഷപ്പെടാൻ ശിവത്തിനോട് കബീർ നിർദ്ദേശിച്ചു. ശിവത്തിന് മാത്രമേ പോലീസുകാർക്ക് അറിയാൻ പാടുള്ളൂ. അതുകൊണ്ടായിരുന്നു ശിവത്തിനോട് മറ്റൊരു വഴിയിൽ പോകാൻ കബീർ നിർദ്ദേശിച്ചത്. ശിവം അവിടെ നിന്നും തിരക്കേറിയൊരു മാർക്കറ്റിലേക്ക് പോയി. അവിടെ വെച്ച് ജനങ്ങളിൽ നിന്ന് നിരവധി രൂപ വാങ്ങി പ്രാവുകളെ സ്വതന്ത്രയാക്കുന്ന ഒരു പെൺകുട്ടിയെ അവൻ കണ്ടുമുട്ടി. അവൾ പുഞ്ചിരിയോടെ പറഞ്ഞു, ഒരു പറവയെ സ്വന്തമാക്കിയാൽ ദൈവത്തിന്റെ കാരുണ്യം നിങ്ങൾക്കും ലഭിക്കും. അവളുടെ വാക്കുകൾ കേട്ട് ശിവം ചെറുതായി പുഞ്ചിരിക്കുകയും
താൻ ദൈവത്തിനൊന്നും വിശ്വസിക്കുന്നില്ല എന്ന് പറയുകയും ചെയ്തു. അവനെ സംബന്ധിച്ചിടത്തോളം ഇതെല്ലാം മനുഷ്യരുടെ വെറും തോന്നലുകൾ മാത്രമാണ് എന്ന മട്ടായിരുന്നു. എന്നാൽ ഓരോ മനുഷ്യനും ഏതെങ്കിലും ഒരു പ്രതീക്ഷയുടെ തണലിലാണ് ജീവിക്കുന്നതെന്നും അതിനാൽ എപ്പോഴെങ്കിലും ഒരു നല്ല കാര്യത്തിൽ വിശ്വസിച്ചു നോക്കൂ എന്നും ആ പെൺകുട്ടി പുഞ്ചിരിയോടെ അവനോട് പറഞ്ഞു. അപ്പോഴേക്കും പോലീസ് അവിടം വിട്ട് പോയിരുന്നു. ശിവം രക്ഷപ്പെട്ടു. പിന്നീട് കബീറുമായി അവിടെ നിന്ന് പോകുന്ന വഴിയിൽ അവൻ ഒരിക്കൽ കൂടി തിരിഞ്ഞു ആ പെൺകുട്ടിയെ നോക്കി. ദീർഘകാലത്തിനു ശേഷം അവന്റെ മുഖത്തൊരു പുഞ്ചിരി വിരിഞ്ഞു. വഴിയിൽ ശിവം പെട്ടെന്ന് ആ വണ്ടി നിർത്തിക്കുകയും ഡിക്കിയിൽ കെട്ടിയിട്ടിരുന്ന ഒരു മനുഷ്യനെ സ്വതന്ത്രനാക്കുകയും ചെയ്തു. പണം വാങ്ങി ഒരു ഗ്യാങ്ങിനെ കൈമാറാൻ വെച്ചിരുന്ന ആളായിരുന്നു അത്. കബീർ അത് കണ്ട് അമ്പരന്നു പോയി. എന്നാൽ ഒരു മനുഷ്യനെ അങ്ങനെ സ്വതന്ത്രമാക്കിയപ്പോൾ ഉണ്ടാകുന്ന ആശ്വാസമാണ് ഏറ്റവും വലുതെന്ന് മാത്രമായിരുന്നു ശിവം മറുപടി നൽകിയത്. ആ ദിവസത്തിനു ശേഷം ശിവം വീണ്ടും ആ പെൺകുട്ടിയുടെ അടുത്തേക്ക് പോകാൻ തുടങ്ങി. ചിലപ്പോൾ ഇരുവരും ഒന്നിച്ചിരുന്ന് പ്രാവുകളെയൊക്കെ പറത്തിവിട്ടു. ചിലപ്പോൾ നഗരത്തിലെ തെരുവുകളിലൂടെ നടന്നു. മറ്റു ചിലപ്പോൾ ദർഗയിൽ പോയി പ്രാർത്ഥിച്ചു. പതുക്കെ അവർ തമ്മിലുള്ള സൗഹൃദം ആഴമുള്ളതായി മാറി. ആ സൗഹൃദം എപ്പോഴാണ് പ്രണയത്തിലേക്ക് വഴുതിയത് എന്നവർക്ക് തന്നെ മനസ്സിലായതുമില്ല. ആ പെൺകുട്ടിയുടെ പേര് ആലിയ എന്നായിരുന്നു. അവളുടെ ലാളിത്യവും സംസാരവും ദൈവത്തിലുള്ള വിശ്വാസവും എല്ലാം ശിവത്തിന്റെ ചിന്തകളെ മാറ്റാൻ തുടങ്ങി. ജീവിതമെന്നത് തോക്കിലും ചോരപ്പുഴയിലും മാത്രം ഒതുങ്ങുന്ന ഒന്നല്ല എന്നവൻ ആദ്യമായി തോന്നി. കഥ അവിടെ നിന്നും പ്രസന്റിലേക്ക് തിരികെ വരുന്നു. ഒരു ദിവസം റീമ തന്നെ ശിവത്തിന് ഫോണിൽ വിളിച്ച് കാണണമെന്നാവശ്യപ്പെട്ടു. ശിവം അവളെ കാണാൻ പോകുമ്പോ വർഷങ്ങൾക്ക് മുമ്പ് താൻ ഡിക്കിയിൽ നിന്ന് സ്വതന്ത്രനാക്കിയ അതേ മനുഷ്യനെ അവിടെ വെച്ച് ശിവം നോക്കി കണ്ടു. അയാൾ ശിവത്തിനെ കണ്ടപാട് തിരിച്ചറിയുകയും അന്ന് രക്ഷപ്പെടുത്തിയതിന് നന്ദി അറിയിക്കുകയും ചെയ്തു. അന്ന് അവൻ തന്നെ വിട്ടയച്ചില്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ താനിന്ന് ജീവനോടെ ഉണ്ടാകുമായിരുന്നില്ല എന്നും അവൻ കൂട്ടിച്ചേർത്തു. കുറച്ചു സമയത്തിനു ശേഷം അയാൾ അവിടുന്ന് പോയി. പിന്നാലെ റീമയും ശിവവും അടുത്തടുത്ത് കണ്ടു. അവർ സംസാരിക്കാനും തുടങ്ങി. സംസാരത്തിനിടയിൽ ശിവത്തിനുള്ളിൽ ആരോടും പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കാത്ത എന്തോ വലിയ വേദന ഒളിഞ്ഞിരിപ്പുണ്ട് എന്ന് റീമ മനസ്സിലാക്കി. കുറച്ചു സമയത്തിനു ശേഷം റീമ ശിവത്തിനോടൊരു സഹായം ചോദിച്ചു. അടുത്തുള്ള ദർഗയിൽ തന്റെ പേരിൽ ഒരു തായത്ത് പൂജിച്ചിട്ടുണ്ട്. അത് പോയി വാങ്ങാൻ തനിക്കിപ്പോൾ സാധിക്കില്ല. ശിവത്തിന് ബുദ്ധിമുട്ടില്ലെങ്കിൽ ആ തായത്ത് എനിക്ക് വേണ്ടി മേടിച്ചു കൊണ്ടുവരാമോ? അവളുടെ ആ പെരുമാറ്റവും ദൈവവിശ്വാസവുമെല്ലാം ശിവത്തിനുള്ളിൽ ആലിയയെ ഓർമ്മിപ്പിക്കുന്നുണ്ടായിരുന്നു. ശിവം മറുചോദ്യങ്ങളൊന്നും ചോദിക്കാതെ അവിടെത്തി. എന്നാൽ ദർഗയ്ക്കുള്ളിലേക്ക് കാലെടുത്തു വെച്ചതും അവിടുത്തെ അന്തരീക്ഷം അവനെ നേരെ കഴിഞ്ഞ കാലത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. അതേ പ്രാർത്ഥനകൾ, അതേ ഗന്ധം, അതേ ആശ്വാസം എല്ലാം അവനെ ആലിയയെ ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരുന്നു. അവന്റെ കണ്ണുകൾക്ക് മുമ്പിൽ പഴയ നാളുകളുടെ ചിത്രങ്ങൾ വീണ്ടും തെളിഞ്ഞു വന്നു. കഥ വീണ്ടും ഫ്ലാഷ് ബാക്കിലേക്ക് നീങ്ങുന്നു. ശിവവും ആലിയയും പ്രണയത്തിലായി കഴിഞ്ഞ് തങ്ങളുടെ പുതിയ ജീവിതത്തെക്കുറിച്ചൊന്ന് സ്വപ്നം കാണുകയായിരുന്നു. അപ്പോഴാണ് ആലിയയുടെ പിതാവ് അങ്ങോട്ടേക്ക് എത്തുന്നത്. അവർ തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് അയാൾ അറിഞ്ഞിട്ടുണ്ടായിരുന്നു. ശിവം അവളെ തനിക്ക് വിവാഹം കഴിച്ചു തരണം എന്ന് അദ്ദേഹത്തോട് അഭ്യർത്ഥിച്ചു. ദേഷ്യത്തിലായിരുന്ന ആലിയയുടെ പിതാവ് ശിവത്തിനെ കുറ്റപ്പെടുത്തി. തന്റെ മകളെയും അവനെപ്പോലെ ഒരു ഗ്യാങ്സ്റ്റർക്ക് തന്റെ മകളെ കെട്ടിച്ചു കൊടുക്കില്ല എന്ന് ആ പിതാവ് തീർത്തു പറഞ്ഞു. താൻ അവളെ വിവാഹം കഴിക്കുകയാണെങ്കിൽ കുറ്റകൃത്യങ്ങളുടെ ലോകം എന്നേക്കുമായി ഉപേക്ഷിക്കാം എന്ന് ശിവം അദ്ദേഹത്തിന് വാക്ക് നൽകി. പക്ഷേ ആലിയയുടെ പിതാവ് ആ ബന്ധം അപ്പോഴും നിരസിച്ചു. ശിവത്തിന്റെ കഴിഞ്ഞ കാലവും അവന്റെ വ്യക്തിത്വവും തന്റെ മകൾക്ക് അനുയോജ്യമല്ല എന്നായിരുന്നു അദ്ദേഹത്തിന്റെ നിലപാട്. അപ്പോൾ ശിവം തന്റെ പിസ്റ്റൾ അദ്ദേഹത്തിന്റെ കയ്യിൽ കൊടുത്തുകൊണ്ട് പറഞ്ഞു, വിശ്വാസമില്ലെങ്കിൽ നിങ്ങൾ എന്നെ വെടിവെച്ചു കൊല്ലൂ. എന്നാൽ ഒരു അവസരം നൽകിയാൽ ഞാൻ പൂർണ്ണമായും എന്റെ ജീവിതം മാറ്റി എഴുതാം. കുറച്ചു നിമിഷത്തേക്ക് അവിടെ വല്ലാത്തൊരു നിശബ്ദത പടർന്നു. പെട്ടെന്ന് ദേഷ്യത്തിൽ ആലിയുടെ പിതാവ് ട്രിഗർ അമർത്തി. ശിവം പൊടുന്നനെ ഒഴിഞ്ഞുമാറി രക്ഷപ്പെട്ടു. പക്ഷേ നിർഭാഗ്യവശാൽ ശിവത്തിന്റെ പിന്നിൽ നിൽക്കുകയായിരുന്ന ആലിയയുടെ ദേഹത്ത് ആ വെടിയുണ്ട തുളഞ്ഞു കയറി. അവൾ മരണത്തോട് മല്ലിട്ട് താഴെ വീണു. തന്റെ തെറ്റ് തിരിച്ചറിഞ്ഞ നിമിഷം അവളുടെ പിതാവ് അതേ തോക്കുകൊണ്ട് സ്വയം വെടിവെച്ച് മരിച്ചു. ശിവം ആലിയയെ താങ്ങിപ്പിടിച്ചു. ശിവത്തിന്റെ കൈകളിൽ കിടന്ന് അവൾ ഈ ലോകത്തോട് വിട പറഞ്ഞു. ശിവത്തിന്റെ ജീവിതം, ശിവത്തിന്റെ പ്രണയം എല്ലാം ആ നിമിഷം ഇല്ലാതായി. അന്നു മുതൽ അവൻ മരിച്ച് ജീവിക്കുകയാണ്. കഥ അവിടെ നിന്നും വീണ്ടും പ്രസന്റിലേക്ക് വരുന്നു. ദർഗയിൽ നിന്ന് തായത്തുമായി അവൻ റീമയുടെ അടുത്തെത്തി. വഴിമധ്യ റീമ അവനോട് പറഞ്ഞു, താൻ ഇതുവരെ ഇത്രയും ഒറ്റപ്പെട്ടൊരു മനുഷ്യനെ കണ്ടിട്ടില്ല. ഈ തായത്തിന്റെ ആവശ്യം എന്നേക്കാൾ കൂടുതൽ ഇപ്പോൾ ശിവത്തിനാണ്. അതുകൊണ്ട് ഇതിവിടെ ഇരിക്കട്ടെ. അതും പറഞ്ഞവൾ ആ തായത്ത് കാറിനുള്ളിൽ തൂക്കിയിട്ടു. ശിവമൊന്നും സംസാരിക്കുന്നില്ലെങ്കിലും റീമയുടെ വാക്കുകൾ അവന്റെ ഹൃദയത്തിൽ തട്ടിയിട്ടുണ്ടെന്ന് അവന്റെ മുഖം വ്യക്തമാക്കുന്നുണ്ടായിരുന്നു. വീട്ടിലേക്ക് മടങ്ങുന്ന വഴി ശിവം വീണ്ടും ആലിയയുടെ ഓർമ്മകളിൽ മുഴുകി. അവളുടെ മരണശേഷം അവൻ പൂർണ്ണമായും തകർന്നുപോയിരുന്നു. പലതവണ ആത്മഹത്യക്ക് ശ്രമിച്ചു. അവളുടെ മരണം വിശ്വസിക്കാൻ കഴിയാതെ ഒരിക്കൽ അവൻ ആലിയയുടെ കബറടക്കം ചെയ്ത സ്ഥലം പോലും തോണ്ടാനായി തുടങ്ങിയിരുന്നു. തനിക്കായി വന്ന വെടിയുണ്ടയാണ് ആലിയയുടെ ജീവനെടുത്തതെന്ന കുറ്റബോധം അപ്പോഴും അവനെ വേട്ടയാടുന്നുണ്ടായിരുന്നു.
ആ സമയത്താണ് കബീർ അവന്റെ അടുത്തെത്തുന്നത്. രാജൻ കാണാൻ വിളിപ്പിച്ചിട്ടുണ്ട് എന്ന കാര്യം കബീർ അവനെ ഓർമ്മിപ്പിച്ചു. നിവൃത്തിയില്ലാതെ ശിവം അവനൊപ്പം പോയി. അവിടെ രാജനും മുന്നയും അവരുടെ ആയുധധാരികളായ നിരവധി ആളുകളും ഉണ്ടായിരുന്നു. രാജൻ പുറമേക്ക് സമവായത്തെക്കുറിച്ചൊക്കെ സംസാരിക്കുന്നുണ്ടെങ്കിലും വിളിച്ചു വരുത്തിയതിന് പിന്നിലുള്ള അവന്റെ യഥാർത്ഥ ലക്ഷ്യം ശിവത്തിനെ അപമാനിക്കലായിരുന്നു. പ്രശ്നമൊക്കെ അവസാനിപ്പിക്കണമെങ്കിൽ ശിവം തന്റെ കാലിൽ വീണ് മാപ്പ് പറയണം എന്നവൻ ആവശ്യപ്പെട്ടു. ഇത് കേട്ടതും ശിവത്തിന്റെ ദേഷ്യം അതിരുവിട്ടു. അടുത്ത നിമിഷം അവൻ മുന്നയുടെ തലയ്ക്ക് നേരെ തോക്ക് ചൂണ്ടുകയും അവനെയും കൊണ്ട് പുറത്തേക്ക് പോവുകയും ചെയ്തു. തുടർന്ന് ആരെങ്കിലും ആയുധമെടുത്താൽ ആദ്യം കൊല്ലപ്പെടുന്നത് മുന്നെയായിരിക്കുമെന്ന് അവൻ രാജന് മുന്നറിയിപ്പും കൊടുത്തു. രാജൻ അതോടെ നിർബന്ധിതനായി തന്റെ ആളുകളോട് പിന്നോട്ട് മാറാൻ ആംഗ്യം കാണിച്ചു. ശിവം അവന് 2 മിനിറ്റ് സമയം നൽകി. ആ സമയത്തിനുള്ളിൽ അവരും അവന്റെ ആളുകളും അവിടെ നിന്ന് പോയില്ലെങ്കിൽ പ്രത്യാഘാതം വളരെ വലുതായിരിക്കുമെന്ന് ഭീഷണിപ്പെടുത്തി. ഒടുവിൽ രാജനും കൂട്ടരും അവിടെ നിന്നും പിന്മാറി. എന്നാൽ അവരുടെ മുഖഭാവങ്ങളിൽ നിന്ന് ഈ ശത്രുതയും പോരാട്ടവുമൊന്നും അവസാനിച്ചിട്ടില്ലെന്നും വരും ദിവസങ്ങളിൽ ഇതിന് മറുപടി ലഭിക്കും എന്നും വ്യക്തമായിരുന്നു. രാജൻ പോയ ശേഷം ശിവം വീണ്ടും തന്റെ ജോലിയിൽ വ്യാപൃതനായി. അവൻ പതിവ് പോലെ റീമയുടെ വീടിന് പുറത്ത് നിരീക്ഷണം തുടർന്നു. അപ്പോഴാണ് റീമ മുമ്പ് കൂടെയുണ്ടായിരുന്ന അതേ യുവാവിനൊപ്പം മടങ്ങിയെത്തുന്നത് അവൻ കാണുന്നത്. റീമയും ശിവത്തിന്റെ സാന്നിധ്യം അറിഞ്ഞിരുന്നു. അവിടുണ്ടായിരുന്ന ശിവത്തിന്റെ കാറിനടുത്തേക്ക് റീമ നേരിട്ട് നടന്നു വന്നു. അവൾ പുഞ്ചിരിയോട് ചോദിച്ചു, നിനക്ക് വേറെ ജോലിയൊന്നുമില്ലേ? എപ്പോഴും എന്റെ പുറകെ തന്നെ ഉണ്ടല്ലോ. ശിവം പതിവ് പോലെ മൗനം പാലിച്ചു. റീമ തലകുലുക്കിക്കൊണ്ട് വീടിനകത്തേക്ക് പോകുന്നുവെങ്കിലും അവളുടെ വാക്കുകൾ ശിവത്തിന്റെ മനസ്സിൽ മുഴങ്ങിക്കൊണ്ടിരുന്നു. ശിവം അവിടെ നിന്നിറങ്ങിയതും 2 കാറുകൾ അവനെ പിന്തുടരാൻ ആരംഭിച്ചു. അവൻ എങ്ങനെയൊക്കെയോ അവരിൽ നിന്ന് രക്ഷപ്പെടുന്നുവെങ്കിലും ആരോ തന്റെ ജീവൻ ആപത്തായി മാറിയിട്ടുണ്ട് എന്നവൻ മനസ്സിലാക്കി. സംശയം തോന്നി അവൻ വീണ്ടും റീമയുടെ വീട്ടിലേക്ക് മടങ്ങിയെത്തി. വീടിനുള്ളിൽ ചെന്ന് നോക്കുമ്പോ ആ യുവാവ് റീമയ്ക്കൊപ്പം ഇരിക്കുന്നത് അവൻ കണ്ടു. ശിവം ഒളിച്ചു നിന്ന് അവരുടെ സംസാരം കേട്ടു. ആ യുവാവിന്റെ പേര് ബിലാൽ എന്നാണെന്നും റീമയും അവനും പ്രണയത്തിലാണെന്നും ശിവം മനസ്സിലാക്കി. റീമയുടെ ആ തടവറ പോലുള്ള ജീവിതത്തിൽ നിന്ന് എന്നേക്കുമായി രക്ഷപ്പെടുത്തി കൊണ്ടുപോകാൻ ബിലാൽ ആഗ്രഹിക്കുന്നു. അവളുടെ ജന്മദേശമായ പാകിസ്ഥാനിലേക്ക് അവളെ രക്ഷപ്പെടുത്തി കൊണ്ടുപോയി അവിടെ ഒരുമിച്ച് ജീവിക്കാനാണ് ബിലാലിന്റെ ലക്ഷ്യം. അവരുടെ സംസാരം കേട്ടതും മാലിക്കിന്റെ സംശയം പൂർണ്ണമായും ശരിയായിരുന്നുവെന്ന് ശിവത്തിന് മനസ്സിലായി. റീമയുടെ ഹൃദയത്തിൽ മറ്റൊരാളുണ്ട്. ശിവം വൈകാതെ ഈ കാര്യങ്ങളത്രയും മാലിക്കിനോട് പറഞ്ഞു. ബിലാലിന്റെ പേര് കേട്ടതും രണ്ടുപേരെയും കൊന്നേക്കാൻ മാലിക് ശിവത്തിന് ഉത്തരവിട്ടു. ഫോൺ വെച്ചതിന് ശേഷം റീമ തൂക്കിയിട്ട തായത്തിലേക്ക് ശിവത്തിന്റെ ശ്രദ്ധ തിരിഞ്ഞു. അവൻ കുറച്ചു സമയം അതിലേക്ക് നോക്കി നിൽക്കുകയും തുടർന്ന് റീമയുടെയും ബിലാലിന്റെയും അടുത്തേക്ക് നടക്കുകയും ചെയ്തു. അധികം വൈകാതെ ശിവം അവർക്ക് മുന്നിലെത്തി. ബിലാലിന് നേരെ തോക്ക് ചൂണ്ടി. ഉടൻ റീമ അവന് മുമ്പിൽ വന്ന് പറഞ്ഞു, എന്റെ ജീവിതകാലം മുഴുവൻ ഞാൻ അടിമത്തം സഹിച്ചു. ഇനി സ്വതന്ത്രയായി എന്റെ പ്രണയത്തിനൊപ്പം ജീവിക്കാൻ മാത്രമാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. സ്വാതന്ത്ര്യമാണ് ഏറ്റവും വലുത്. ഏറ്റവും വലിയ സ്വാതന്ത്ര്യം മരണവും. അതുകൊണ്ട് നിനക്ക് കൊല്ലണമെങ്കിൽ എന്നെ കൊന്നോളൂ. ആ വാക്കുകൾ കേട്ടതും ശിവത്തിനുള്ളിൽ അടക്കി വെച്ചിരുന്ന പഴയോർമ്മകൾ വീണ്ടും ഉണർന്നു. ആലിയയുടെ ശബ്ദം അവന് കേൾക്കാം. ഒരു നിസ്സഹായനായ മനുഷ്യനെ സ്വതന്ത്രനാക്കുന്നതാണ് ഏറ്റവും വലിയ നന്മ. ശിവത്തിന്റെ വിരൽ ട്രിഗറിലായിരുന്നുവെങ്കിലും അവന്റെ ഹൃദയവും മനസ്സും തമ്മിൽ പോരാടിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഒടുവിൽ വെടിയൊച്ചകൾ മുഴങ്ങി. ബിലാലും റീമയും ഭയത്തോടെ കണ്ണുകൾ അടച്ചു. കുറച്ചു നിമിഷങ്ങൾക്ക് ശേഷം കണ്ണുകൾ തുറക്കുമ്പോൾ തങ്ങൾ ജീവനോടുണ്ടെന്ന് അവർ തിരിച്ചറിഞ്ഞു. ശിവമുതിർത്ത 6 വെടിയുണ്ടകളും അവരെ സ്പർശിച്ചിരുന്നില്ല. അതേസമയം മാലിക്കിന്റെ ഫോൺ കോൾ വന്നു. എന്നാൽ ശിവം ഇത്തവണ ഫോൺ എടുക്കുന്നതിന് പകരം ഫോൺ കാറിൽ നിന്നും പുറത്തേക്ക് എറിഞ്ഞു. കുറച്ചു സമയത്തിനു ശേഷം ശിവം എന്താണ് കോൾ എടുക്കാത്തതെന്ന് ചിന്തിച്ച് മാലിക് നേരിട്ട് റീമയുടെ ഫോണിലേക്ക് വിളിച്ചു. റീമ കോൾ അറ്റൻഡ് ചെയ്തു. റീമ എപ്പോഴും ജീവനുണ്ട് എന്ന് മനസ്സിലായതും മാലിക് ദേഷ്യം കൊണ്ട് വിറച്ചു. വഴിയിൽ വെച്ച് റീമയും ബിലാലും ജീവനോടെയുണ്ടെന്ന വിവരം കബീർ അറിഞ്ഞു. അവൻ അതിന്റെ കാരണം തിരക്കി. താൻ 6 വെടിയുണ്ടകൾ ഉതിർത്തുവെങ്കിലും ഒന്നുപോലും ലക്ഷ്യത്തിൽ കൊണ്ടില്ല എന്നും ഏതോ അദൃശ്യ ശക്തി തന്റെ കൈകളെ തടഞ്ഞു നിർത്തിയതുപോലെ തോന്നി എന്നു മാത്രമായിരുന്നു ശിവം പറഞ്ഞത്. നീ ദൈവത്തിൽ വിശ്വസിച്ചിരുന്നില്ലല്ലോ, പിന്നെ ഇപ്പോൾ ഇതെന്താ ഇങ്ങനൊക്കെ സംസാരിക്കുന്നത് എന്ന് കബീർ ചിരിയോടെ ചോദിച്ചു. എന്നാൽ ശിവത്തിന്റെ പക്കൽ അതിന് മറുപടി ഉണ്ടായിരുന്നില്ല. അതിനുശേഷം ശിവം തന്റെ ബാങ്ക് അക്കൗണ്ട് കബീറിന് കൈമാറുകയും താൻ ഇന്ത്യയിലേക്ക് മടങ്ങുകയാണെന്ന് അറിയിക്കുകയും ചെയ്തു. അപ്പോഴാണ് റീമയെയും ബിലാലിനെയും വധിക്കാൻ താൻ ഒറ്റയ്ക്ക് മതിയെന്ന് പറഞ്ഞ് കബീർ ഇറങ്ങിപ്പുറപ്പെടുന്നത്. എന്നാൽ ശിവം അവനെ തടഞ്ഞു. ഞാൻ നിന്റെ ജീവൻ ചോദിച്ചാൽ നീ എന്തു ചെയ്യും എന്നായിരുന്നു ശിവം തിരക്കിയത്. സൗഹൃദത്തിനു വേണ്ടി സ്വന്തം ജീവൻ നൽകാനും താൻ തയ്യാറാണെന്നായിരുന്നു ഒരു നിമിഷം പോലും ആലോചിക്കാതെ കബീറിന്റെ മറുപടി. അത് കേട്ട് ശിവം മൗനിയായി. പിന്നീട് ശിവം ഹോങ്കോങ് വിടാൻ ഒരുങ്ങുമ്പോഴേക്കും മാലിക്കിന്റെ ആളുകളെത്തി അവനെ പിടികൂടി മാലിക്കിന് മുന്നിലെത്തിച്ചു. താൻ ഹോങ്കോങ് വിടാൻ ഉദ്ദേശിച്ചത് ആകെ അറിയാവുന്നത് കബീറിനായിരുന്നു. മാലിക് എങ്ങനെ ഇതറിഞ്ഞു എന്ന കാര്യം ശിവത്തിൽ ഞെട്ടലുണ്ടാക്കിയിരുന്നു. പക്ഷേ മാലിക്കിന്റെ കൂടെ അവിടെ കബീറിനെ കണ്ടതും ശിവം അക്ഷരാർത്ഥത്തിൽ
അക്ഷരാർത്ഥത്തിൽ ഞെട്ടി. താൻ വഞ്ചിക്കപ്പെട്ടതായി അവന് തോന്നി. താൻ ശിവത്തിനെ സ്വന്തം മകനേക്കാൾ വിശ്വസിച്ചിരുന്നുവെന്ന് മാലിക് അവനെ ഓർമ്മിപ്പിച്ചു. എന്നിട്ടും ഇന്ന് തനിക്കെതിരെ തിരിയാൻ ശിവത്തിനെന്താണ് സംഭവിച്ചത് എന്ന് അയാൾ തിരക്കി. റീമയെ പോയി കൊലപ്പെടുത്തുകയാണെങ്കിൽ താൻ എല്ലാ കാര്യങ്ങളും മറക്കാമെന്ന് പറഞ്ഞ് അയാൾ ശിവത്തിന് അവസാനമായി ഒരു അവസരം കൂടി നൽകി. എന്നാൽ ശിവം അത് വ്യക്തമായി നിരസിച്ചു. അവന്റെ കണ്ണുകളിൽ ആദ്യമായി മാലിക്കിനോടുള്ള ഭയത്തിനു പകരം എതിർപ്പ് ദൃശ്യമായിരുന്നു. ശിവത്തിന്റെ നിരസിക്കൽ കേട്ടതും അവനെ ക്രൂരമായി മർദ്ദിക്കാൻ മാലിക് റോണിയോട് ഉത്തരവിട്ടു. മറുവശത്ത് അയാൾ റീമയുടെ അടുത്തെത്തി ഒരു വിശ്വസ്തനായ നായയുടെ കഥ പറയുകയും താൻ അവൾക്ക് പുതിയൊരു ജീവിതം നൽകിയെങ്കിലും പകരം വഞ്ചന മാത്രമാണ് തനിക്ക് ലഭിച്ചത് എന്ന മട്ടിൽ പരിഹസിക്കുകയും ചെയ്തു. മറുവശത്ത് ശിവത്തിനെതിരെ റോണിയുടെ ക്രൂരത വർദ്ധിച്ചുകൊണ്ടേയിരുന്നു. അവൻ ശിവത്തിനെ ജീവനോടൊരു വെല്ലുകുഴിയിലേക്ക് തള്ളിയിടുകയും മുകളിൽ മണ്ണിട്ട് മൂടുകയും ചെയ്തു. കനത്ത മഴ പെയ്യുന്നുണ്ടായിരുന്നു. കുറച്ചു സമയത്തിനു ശേഷം ശിവം രക്ഷപ്പെടില്ല എന്ന് തോന്നിച്ചു. എന്നാൽ കുഴിച്ചു മൂടിയെങ്കിലും തന്റെ സർവ്വശക്തിയും കൊണ്ട് മണ്ണ് തുറന്ന് ശിവം പുറത്തെത്തി. റോണി അത് കണ്ട് വീണ്ടും അവന്റെ മുന്നിലേക്കെത്തി. അവൻ ചിരിച്ചുകൊണ്ട് ശിവത്തിനു മേൽ വെള്ളമൊഴിക്കുകയും അവനെ പരിഹസിക്കുകയും ചെയ്തു. ഇതോടെ ശിവം പൂർണ്ണമായും തകർന്നിട്ടുണ്ടാകും എന്നായിരുന്നു റോണി കരുതിയത്. മാലിക്കിനോട് മാപ്പ് പറയാൻ റോണി ശിവത്തിന് മൊബൈൽ ഫോൺ കൊടുത്തു. മാപ്പ് പറയുന്നതായി ശിവം അഭിനയിച്ചു. എന്നാൽ റോണി ഫോൺ നോക്കുമ്പോൾ അതിന്റെ ബാറ്ററി നേരത്തെ തന്നെ തീർന്നുപോയതായി തിരിച്ചറിഞ്ഞു. അത് മനസ്സിലായതോടെ റോണി ദേഷ്യപ്പെടാൻ തുടങ്ങി. എന്നാൽ ആ നിമിഷം ശിവം അവനെ ആക്രമിച്ചു. ശിവം ഒറ്റയ്ക്ക് അവിടുണ്ടായിരുന്ന ഗുണ്ടകൾ മുഴുവൻ അടിച്ചു വീഴ്ത്തി. പോരാട്ടത്തിനിടയിൽ അവന് ഗുരുതരമായി പരിക്കേൽക്കുന്നുവെങ്കിലും അവൻ എങ്ങനെയൊക്കെയോ അവിടെ നിന്ന് രക്ഷപ്പെട്ടു. ഒരു കാർ തട്ടിയെടുത്ത് അവൻ വേഗത്തിൽ പാഞ്ഞു. ഈ വാർത്ത മാലിക്കിന്റെ അടുത്തെത്തുമ്പോ ശിവം ഇനി തന്റെ പഴയ വിശ്വസ്തനല്ലെന്നും അവൻ തന്റെ ഏറ്റവും വലിയ ശത്രുവാണെന്നും അയാൾ പറഞ്ഞു. ശിവത്തിനെ അവസാനിപ്പിച്ചില്ലെങ്കിൽ തനിക്ക് വലിയ ബാധ്യതയാകും എന്ന് ചിന്തിച്ച അയാൾ അതോടെ ശത്രുവിന്റെ ശത്രു മിത്രമെന്ന രീതിയിൽ രാജനുമായി കൈകോർത്തു. ശിവത്തിനെ പിടികൂടാനും കൊല്ലാനും രാജന്റെ സഹായം തേടി. നേരത്തെ തന്നെ ശിവത്തിനെ വധിച്ചിരുന്നെങ്കിൽ ഈ ദിവസം കാണേണ്ടി വരില്ലായിരുന്നു എന്ന് പറഞ്ഞ് മുന്നയാളെ പരിഹസിച്ചു. ഒടുവിൽ ആ രണ്ട് സഹോദരങ്ങളും ചേർന്ന് ശിവത്തിനെ ജീവനോടെ പിടികൂടാൻ തീരുമാനിച്ചു. മാലിക്കിന് സ്വന്തം കൈകൊണ്ട് ശിവത്തിനെ വധിക്കണമായിരുന്നു. പക്ഷേ അവർ തമ്മിലുള്ള സംസാരം അവിടുള്ള മറ്റൊരാൾ കേൾക്കുന്നുണ്ട് എന്നവർ ശ്രദ്ധിച്ചിരുന്നില്ല. അത് കബീർ ആയിരുന്നു. പുറമേക്കവൻ മാലിക്കിന്റെ ആളായി തോന്നിക്കുമെങ്കിലും അവന്റെ ഹൃദയത്തിൽ അപ്പോഴും അവരുടെ സൗഹൃദം ജീവനോടെയുണ്ടായിരുന്നു. അവൻ നിശബ്ദനായി അവിടെ നിറങ്ങി. മറുവശത്ത് പരിക്കേറ്റ അവസ്ഥയിൽ അലിഞ്ഞുതിരിയുകയായിരുന്ന ശിവം റോഡ് അരികിലേക്ക് വീണു. അപ്പോഴാണ് വർഷങ്ങൾക്ക് മുമ്പ് അവൻ ഡിക്കിയിൽ നിന്ന് രക്ഷപ്പെടുത്തിയ അതേ മനുഷ്യൻ വീഴാൻ നിൽക്കുന്ന അവനെ കാണുന്നത്. അവന്റെ പേര് സിദ്ധാർത്ഥ് സൂദ് എന്നായിരുന്നു. ആളിപ്പോൾ ബുദ്ധമതം സ്വീകരിച്ച് ഒരു ബുദ്ധസന്യാസിയായി ജീവിക്കുകയാണ്. കുഴഞ്ഞു വീണ ശിവത്തിനെ സിദ്ധാർത്ഥ് കൂട്ടുകാരുടെ സഹായത്തോടെ അവിടുത്തെ ക്ഷേത്രത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. അവന്റെ മുറിവുകളിൽ മരുന്ന് പുരട്ടുകയും അവന്റെ ജീവൻ രക്ഷിക്കാൻ പരമാവധി ശ്രമിക്കുകയും ചെയ്തു. മറുവശത്ത് മാലിക്കിന്റെ ദേഷ്യം മുഴുവൻ റീമയ്ക്ക് നേരെ തിരിഞ്ഞിരുന്നു. അവൻ വീണ്ടും വീണ്ടും അവളോട് ബിലാലിന്റെ ഒളിസങ്കേതത്തെക്കുറിച്ച് ചോദിച്ചു. എന്നാൽ എത്ര ഭീഷണികൾ നേരിട്ടിട്ടും റീമ മൗനം പാലിച്ചു. ബിലാലിനെ കുറിച്ച് ഒരക്ഷരം പോലും അവൾ പറഞ്ഞതേയില്ല. ക്ഷേത്രത്തിലായിരുന്ന ശിവം ആലിയ പറഞ്ഞ വാക്കുകൾ ഓർത്തു. ദൈവത്തിൽ വിശ്വസിക്കുന്നതിനെ കുറിച്ച് ആലി എപ്പോഴും പറയുമായിരുന്നു. അപ്പോഴാണ് ഒരു ചെറിയ കുട്ടി പ്രാർത്ഥനയ്ക്കായി അവന്റെ കൈ ഉയർത്തുന്നത്. ആ നിമിഷം അവന് ആലിയയെക്കുറിച്ച് ഓർമ്മയുണ്ടാക്കി. ആദ്യമായി തന്റെ തെറ്റുകളെക്കുറിച്ച് ആഴത്തിലുള്ള തിരിച്ചറിവുണ്ടാവുകയും ചെയ്തു. സിദ്ധാർത്ഥ് വൈകാതെ ശിവത്തിന് ഇന്ത്യയിലേക്ക് മടങ്ങാനുള്ള സൗകര്യങ്ങൾ ചെയ്തു നൽകി. എന്നാൽ അങ്ങനെ ഓടിയൊളിക്കാൻ ശിവം വിസമ്മതിച്ചു. താൻ ജീവിതകാലം മുഴുവൻ മറ്റുള്ളവർക്കായി ജീവിച്ചുവെന്നും ഇനിയൊരു നിരപരാധിയുടെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി പോരാടാനാണ് താൻ ആഗ്രഹിക്കുന്നതെന്നും അതിനായി സ്വന്തം ജീവൻ നൽകേണ്ടി വന്നാലും സാരമില്ലെന്നും ശിവം പറഞ്ഞു. ഇതിനിടയിൽ കബീർ ബിലാലിനെ കണ്ടെത്തി അവനെ പിന്തുടർന്നു. പക്ഷേ ഭാഗ്യവശാൽ കൃത്യസമയം ശിവം അങ്ങോട്ടേക്ക് എത്തിച്ചേർന്നു. കബീറിന്റെ ആളുകളെ നേരിട്ട് ശിവം ഓരോരുത്തരെയായി വധിച്ചു. കുറച്ചു സമയത്തിനുള്ളിൽ ആ പ്രദേശം മുഴുവൻ ശാന്തമായി. അവിടെ ഇപ്പോൾ ശിവവും കബീറും ബിലാലും മാത്രമാണ് ശേഷിക്കുന്നത്. കബീർ തന്റെ തോക്ക് ശിവത്തിന് നൽകിക്കൊണ്ട് പറഞ്ഞു, ഞാൻ നിന്നെ വഞ്ചിച്ചു എന്ന് തോന്നുന്നുവെങ്കിൽ നിനക്കെന്നെ വെടിവെച്ചു കൊല്ലാം. എന്നാൽ ശിവം അത് നിരസിച്ചു. ബിലാലിനെ സുരക്ഷിതമായി ക്ഷേത്രത്തിലെത്തിക്കാനുള്ള ചുമതല ശിവം കബീറിന് കൊടുത്തു. കബീർ ചോദ്യങ്ങളൊന്നുമില്ലാതെ ശിവത്തിന്റെ ആ ഓർഡർ സമ്മതിച്ചു. രണ്ട് സുഹൃത്തുക്കളും കെട്ടിപ്പിടിച്ച ശേഷം കബീർ അവനോടൊരു കാര്യം അറിയിച്ചു. രാജനും മുന്നയും റീമയുടെ ഒളിസങ്കേതം മനസ്സിലാക്കിയിട്ടുണ്ട്. അത് കേട്ടതും തന്റെ മുന്നിൽ ഇനി സമയം വളരെ കുറവാണ് എന്ന് ശിവം മനസ്സിലാക്കി. സമയം കളയാതെ അവൻ നേരെ രാജന്റെ താവളത്തിലേക്ക് കുതിച്ചു. അവിടെ എത്തിയപാടെ അവൻ റീമ എവിടെന്ന് ചോദിച്ചു. എന്നാൽ
രാജൻ തന്ത്രപൂർവ്വം വിഷയം മാറ്റാൻ ശ്രമിച്ചു. അവൻ വീണ്ടും വീണ്ടും ശിവത്തിനെ ചൊടിപ്പിക്കുകയും പരിഹസിക്കുകയും ചെയ്തു. ഒടുവിൽ ശിവത്തിന്റെ ക്ഷമ നശിച്ചു. അവനൊരു മുന്നറിയിപ്പുമില്ലാതെ രാജന് നേരെ വെടിയുതിർത്തു. രാജൻ അവിടെ തന്നെ മരിച്ചു വീണു. രാജന്റെ മരണശേഷം അവന്റെ ആളുകളിലൊരാൾ മുന്നയെ വിളിച്ചു. ആദ്യം മുന്ന വ്യാജവിലാസം നൽകി ശിവത്തിനെ വഴിതിരിച്ചുവിടാൻ ശ്രമിക്കുന്നുവെങ്കിലും ഒടുവിൽ അവൻ റീമയുടെ യഥാർത്ഥ സങ്കേതം വെളിപ്പെടുത്തി അവിടെ അവളെ ലേലം വിളിച്ച് വിൽക്കാൻ പോവുകയാണ് എന്നും പറഞ്ഞു. ഈ സമയത്ത് അവൻ ഒളിച്ചു വെച്ചിരുന്ന കത്തിയെടുത്ത് ശിവത്തിന് കുത്തി. പരിക്കേറ്റിട്ടും ശിവം എഴുന്നേറ്റ് മുന്നയെ വെടിവെച്ച് എന്നേക്കുമായി ഇല്ലായ്മ ചെയ്തു. പരിക്കുകളുണ്ടായിട്ടും ശിവം ബിലാലിന് ഹോങ്കോങ് ഡോക്സിലെത്താൻ സന്ദേശമയച്ചു. ഇത്തവണ റീമയോടൊപ്പം സ്വതന്ത്രനായി ഈദ് ആഘോഷിക്കാമെന്ന് അവന് ശിവം വാക്കു നൽകുകയും ചെയ്തു. തുടർന്നവൻ ആദ്യമായി ഹൃദയം തുറന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കയ്യിൽ റീമ നൽകിയ തായത്തുമെടുത്ത് തന്റെ അവസാന പോരാട്ടത്തിനായി പുറപ്പെട്ടു. കടുത്ത പരിക്കുകൾ വകവയ്ക്കാതെ റീമയെ രക്ഷിക്കാൻ മുന്നയിൽ നിന്നറിഞ്ഞ താവളത്തിലേക്ക് ശിവം എത്തിച്ചേർന്നു. അവിടെയുണ്ടായിരുന്ന ആയുധധാരികളോട് പോരാടി അവനൊടുവിൽ റീമയെ തടവിലാക്കിയിരുന്ന മാലിക്കിന്റെ മുന്നിലെത്തി. അപരിചിതയായ ഒരു പെൺകുട്ടിക്ക് വേണ്ടി എന്തിനാണ് നീ നിന്റെ എല്ലാം നഷ്ടപ്പെടുത്തുന്നത് എന്ന് മാലിക് ചോദിച്ചു. അപ്പോൾ ശിവം പറഞ്ഞു, ഒരു നിസ്സഹായനായ വ്യക്തിക്ക് സ്വാതന്ത്ര്യം നൽകുന്നതാണ് ഏറ്റവും വലിയ നന്മ എന്നെന്റെ പ്രിയപ്പെട്ടവൾ എന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. എനിക്ക് റീമയെ ഈ നരകത്തിൽ നിന്ന് പുറത്തെത്തിക്കുക മാത്രം ചെയ്താൽ മതി. അതിന് എന്റെ ജീവൻ പോയാലും സാരമില്ല. വൈകാതെ ശിവം മാലിക്കിനെ വെടിവെച്ചു കൊന്നു. അതിനുശേഷം റീമയുമായി രക്ഷപ്പെട്ട് തുറമുഖത്തേക്ക് പുറപ്പെട്ടു. റോണി വിവരം അറിഞ്ഞതും തന്റെ ആളുകളുമായി ശിവത്തിനെ കൊല്ലാൻ പിന്നാലെ പാഞ്ഞെത്തി ആക്രമണം അഴിച്ചുവിട്ടു. അവിടെ വെച്ച് ശിവം റീമയോട് എന്നേക്കുമായി സ്വതന്ത്രയായി ജീവിക്കാൻ ആവശ്യപ്പെടുകയും താൻ റോണിയെയും അവന്റെ ആളുകളെയും നേരിടാം എന്ന് പറയുകയും ചെയ്തു. ശക്തമായ ഏറ്റുമുട്ടൽ നടന്നു. ആ പോരാട്ടത്തിൽ റോണി കൊല്ലപ്പെട്ടു. ഇതിനിടയിൽ മറുവശത്ത് കബീറും വെടിയേറ്റ് വീണിരുന്നു. ഗുരുതരമായി പരിക്കേറ്റിരുന്ന ശിവയും താഴെ വീണു. മരണത്തോടടുത്ത് കണ്ണടയ്ക്കുമ്പോൾ താൻ സ്വർഗത്തിൽ ആലിക്കൊപ്പം എത്തുന്നത് അവൻ കൺമുമ്പിൽ കണ്ടു. അവന്റെ മുഖത്ത് ആശ്വാസം നിറഞ്ഞൊരു പുഞ്ചിരി വിരിഞ്ഞു. പിന്നീട് കുറച്ച് നാളുകൾക്ക് ശേഷം പാകിസ്ഥാനിലേക്ക് രക്ഷപ്പെട്ടെത്തിയ റീമ അടിമത്തത്തിനിരയായ പെൺകുട്ടികളെ സഹായിക്കാൻ തുടങ്ങി. ഒരു മനുഷ്യൻ തന്റെ ജീവൻ നൽകി തനിക്ക് സ്വാതന്ത്ര്യം നേടി തന്നുവെന്നും ഇനി മറ്റൊരു പെൺകുട്ടിയും അങ്ങനെയൊരു ജീവിതം നയിക്കാൻ താൻ ആഗ്രഹിക്കുന്നില്ലെന്നും വലിയൊരു കോൺഫറൻസിൽ അവൾ പറഞ്ഞു. റീമയുടെ വാക്കുകൾ കേട്ട് അവിടെയുണ്ടായിരുന്ന എല്ലാവരും എഴുന്നേറ്റ് നിന്ന് കൈയടിച്ചു. ജനക്കൂട്ടത്തിൽ നിന്ന് ബിലാൽ അഭിമാനത്തോടെ അവളെ നോക്കി. ശിവയുടെ ത്യാഗം വലിയൊരു മാതൃകയായി മാറിക്കഴിഞ്ഞിരുന്നു. ആ ദൃശ്യങ്ങളിൽ ചലച്ചിത്രം അവസാനിക്കുകയാണ്. അവാരപ്പൻ ആദ്യ ഭാഗം അവസാനിച്ചപ്പോ യാഥാർത്ഥ്യത്തിൽ ശിവം മരണപ്പെടുന്ന പോലായിരുന്നു ചിത്രീകരിക്കപ്പെട്ടത്. രണ്ടാം ഭാഗത്തേക്ക് എത്തുമ്പോൾ അവർ എങ്ങനെ കഥ മുന്നോട്ട് കൊണ്ടുപോകും എന്ന കാര്യത്തിൽ കൗതുകം തോന്നുന്നു. എന്തായാലും നാളെ തിയേറ്ററിൽ സിനിമ റിലീസാണ്. എല്ലാവരും തിയേറ്ററിൽ നിന്ന് കാണാൻ ശ്രമിക്കുമല്ലോ. ഈ സിനിമ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുകയും കമന്റ് ചെയ്യുകയും ചെയ്യൂ. വീഡിയോ ഹൈപ്പ് ചെയ്യൂ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യൂ. മറ്റൊരു മികച്ച ചലച്ചിത്രവുമായി വീണ്ടും കണ്ടുമുട്ടാം. അതുവരെ ബൈ.